ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് കീർത്തി സുരേഷ്. മലയാളിയാണെങ്കിലും നയൻതാരയും അസിനെയും പോലെ കീർത്തിയുടെയും രാശി തെളിഞ്ഞത് തമിഴിലേക്കും തെലുങ്കിലേക്കും എത്തിയതോടെയാണ്. എന്നും നെറ്റിസൺസിന്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് കീർത്തി. അടുത്തിടെ താരത്തിന്റെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. വിവാഹത്തെക്കുറിച്ചും തന്റെ പ്രണയത്തെക്കുറിച്ചും ഒന്നും താരം തന്റെ ആരാധകരോട് അധികമൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുകയാണ് നടി കീർത്തി സുരേഷ്. 15 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത്. താൻ +2 പഠിക്കുമ്പോൾ പ്രണയം തുടങ്ങിയതെന്നും താരം ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഓർക്കുട്ടിലൂടെ ചാറ്റ് ചെയ്താണ് ആന്റണിയെ പരിചയപ്പെടുന്നതെന്നും കീർത്തി വ്യക്തമാക്കി. ഞങ്ങൾ ഓർക്കുട്ടിലൂടെയാണ് പരിചയപ്പെട്ടത്. 1 മാസത്തെ ചാറ്റിംഗിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായി പരസ്പരം കാണുന്നത്. കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് കാണുന്നത്. എന്റെ കുടുംബം എന്റെ ഒപ്പമുണ്ടായിരുന്നു. അതിനാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ കഴിഞ്ഞില്ല. പോകാൻ നേരം ഞാൻ കണ്ണുറുക്കി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യാൻ ആന്റണിയോട് ഞാനാണ് പറഞ്ഞത്. ആ വർഷം ന്യൂ ഇയറിന് അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ യേസ് പറഞ്ഞു. 2010 പ്രപ്പോസ് ചെയ്തത്. 2016 ആയപ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമായി. ഞാൻ ഡേറ്റിംഗ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ +2 ആന്റണിക്ക് എന്നേക്കാൾ 7 വയസ്സ് കൂടുതലാണ്. ആന്റണി ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു. 6 വർഷത്തോളം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു. കോവിഡ് സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്, കീർത്തി വ്യക്തമാക്കി. കീർത്തി സുരേഷിനെ കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവട്ടം നാഷണൽ മീഡിയ അടക്കം നിരവധി വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ചില നടന്മാരുടെ പേരുകളും കോടീശ്വരന്മാരായ ബിസിനസ്സുകാരുടെ പേരുകളും വരെ അക്കൂട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ വ്യാജമാണെന്ന് വെളിപ്പെടുത്തി നടിയുടെ മാതാപിതാക്കളായ മേനകയും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെയാണ് അത്തരം വാർത്തകൾ കെട്ടടങ്ങിയത്. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി സുരേഷ്. മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി തുടക്കം കുറിക്കുന്നത്. തമിഴകത്തേക്ക് കടന്നതോടെ വലിയ അവസരങ്ങൾ നടിക്ക് ലഭിച്ചു. തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കി. അടുത്തിടെ റിലീസ് ചെയ്ത ബേബി ജോൺ ആണ് കീർത്തിയുടെ ഏറ്റവും പുതിയ സിനിമ. നടിയുടെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത്. വരുൺ ധവാൻ നായകനാകുന്ന സിനിമ തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റീമേക്കാണ്. തെരി സംവിധാനം ചെയ്ത അറ്റ്ലി തന്നെയാണ് ബേബി ജോണും ഒരുക്കിയിരിക്കുന്നത്. കരിയറിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത ശേഷമാണ് കീർത്തി വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. സിനിമാ കുടുംബത്തിലെ അംഗമാണെങ്കിലും കരിയറിൽ മുന്നേറുക കീർത്തിക്ക് എളുപ്പമായിരുന്നില്ല. വിജയപരാജയങ്ങൾ ഇടയ്ക്കിടെ വന്നു. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇടയ്ക്ക് പറ്റിയ പിഴവുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. പൊന്നിയിൻ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകൾ കീർത്തി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതേസമയം മികച്ച സിനിമകളുടെ ഭാഗമാകാനും കീർത്തിക്ക് കഴിഞ്ഞു. കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ പിതാവ് സുരേഷ് കുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ സുഹൃത്ത് പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമയിൽ എടുത്തപ്പോൾ മകളെ നായികയാക്കാൻ സുരേഷ് കുമാർ സമ്മതിക്കുകയായിരുന്നു അത്രേ. പിന്നീട് അങ്ങോട്ട് കീർത്തി എന്ന താരത്തിന്റെ കുതിച്ചുയരലാണ് പ്രേക്ഷകർ കണ്ടത്. മലയാളത്തിൽ നടി അധികം സിനിമകൾ ചെയ്തിട്ടില്ല. വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ കീർത്തി ഇന്ന് ശ്രദ്ധാലുവാണ്. മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കീർത്തി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്.